സംഘർഷവും വെല്ലുവിളിയും നിറഞ്ഞ കണ്ണൂർ രാഷ്ട്രീയത്തിലെ അചഞ്ചലമായ പ്രതിരോധം, യുവപ്രവർത്തകരുടെ ആവേശം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട കെ സുധാകരൻ എന്ന തീപ്പൊരി കോൺഗ്രസ് നേതാവിന് വിശേഷണങ്ങൾ പലതാണ്. കോൺഗ്രസ് നിലയില്ലാ കയ്യത്തിൽ മുങ്ങുമ്പോഴാണ് കയ്യെത്തും ദൂരത്ത് പലതവണ അകന്നുപോയ പദവിയിലേക്ക് കെ സുധാകരൻ എത്തിയതെന്ന് ഏറ്റവും ശ്രദ്ധേയം. പ്രതിപക്ഷ നേതാവിന് പിന്നാലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് പുതിയ നേതാവെത്തിയത് കേരളത്തിലെ കോൺഗ്രസ് ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിയത്. തുടർന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ സ്ഥാനാർത്ഥി ആയതിനെ തുടർന്നായിരുന്നു MM ഹസന് താൽക്കാലിക അധ്യക്ഷ ചുമതല നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സുധാകരന്റെ മടക്കം നീണ്ടത് വിവാദമായിരുന്നു. ഫലം വന്ന ശേഷമാണ് മടക്കമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ ആദ്യ നിലപാട്. സുധാകരനെതിരെ സംസ്ഥാനത്ത് നിന്നും എതിർപ്പുയർന്ന സാഹചര്യത്തിലായിരുന്നു ഇത്. കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഒടുവിൽ ഹൈക്കമാൻഡ് ചുമതലയേൽക്കാനായി അനുമതി നൽകിയത്. വിവാദം അവസാനിപ്പിക്കാൻ AICC ഇടപെടുകയായിരുന്നു. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ല എന്നും പോയി ഒപ്പിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്നുമാണ് ഇത് സംബന്ധിച്ച് സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിനിടയ്ക്ക് സുധാകരന്റെ ആരോഗ്യ പ്രശ്നം വളരെയധികം ചർച്ചാ വിഷയമായി മാറി. ലോക്സഭയിലെ ഒരു MP എന്ന നിലയിലും KPCC പ്രസിഡന്റ് എന്ന പദവിയിലും ഇത്തരത്തിൽ പല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള ഒരാൾ എങ്ങനെ നിർവഹിക്കുമെന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരികെ എത്തുന്ന കാര്യത്തിൽ സുധാകരനും അണികൾക്കും ഏറെ സമ്മർദ്ദം ചെലുത്തേണ്ടതായി വന്നു. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറിയേക്കുമെന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. പാർട്ടി നേതൃത്വങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിലേക്ക് പാർട്ടിയെ നയിച്ച നേതാവാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് സുധാകരന് പദവിയിൽ തുടരാൻ വിലങ്ങുതടിയാകുന്നത്. കെ സുധാകരന് കൂടി സൗകര്യപ്രദമായ ഉചിതമായ ഒരു സമയത്തായിരിക്കും പദവി മാറ്റം ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സുധാകരൻ മാറിയാൽ സുധാകരന് പകരം ആര് വരുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് തേടുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. കെ മുരളീധരൻ, കോഴിക്കോട് MP കെ രാഘവൻ, ഈ 2 പേരാണ് നിലവിൽ പരിഗണനയിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് തൃശൂരിൽ അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. വേണ്ടി വന്നാൽ കെ മുരളീധരന് KPCC അധ്യക്ഷ സ്ഥാനം നൽകുമെന്ന് കെ സുധാകരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയിൽ നിലവിൽ കാര്യമായ പദവികളൊന്നും കെ മുരളീധരൻ വഹിക്കുന്നില്ല. ആദ്യം വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് കെ മുരളീധരനെ തന്നെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം വിട്ടുകൊണ്ട് അവിടെ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു വിഭാഗം കെ മുരളീധരന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരു യുവ പ്രതിനിധിയാകും സ്ഥാനാർത്ഥി എന്നത് ഉറപ്പായി. നിലവിൽ വട്ടിയൂർക്കാവ് തന്നെയാണ് കെ മുരളീധരന്റെ പ്രധാന ലക്ഷ്യം. മുൻപ് വട്ടിയൂർക്കാവ് തന്റെ സ്വന്തം തട്ടകമായിരുന്നു. അവിടെ തന്നെ വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് തൃശൂരിലെ പരാജയത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. KPCC അധ്യക്ഷനായാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. അതേസമയം അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ പാർട്ടിക്ക് അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. MK രാഘവന് വേണ്ടി A ഗ്രൂപ്പാണ് അതിശക്തമായി നിലകൊള്ളുന്നത്. മറ്റൊന്നുമല്ല, മികച്ച പ്രതിച്ഛായ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ UDFന്റെ കൺവീനർ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഘടകകക്ഷികൾക്കിടയിലെല്ലാം മികച്ച സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ് MK രാഘവൻ. നിലവിലെ KPCC വൈസ് പ്രസിഡന്റ് T സിദ്ദിഖിന് പ്രസിഡന്റായി താൽക്കാലിക ചുമതലയെന്ന നിർദ്ദേശവും ചില കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. നേതൃമാറ്റത്തോടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പാർട്ടി കൂടുതൽ ശക്തമാക്കും. ഒത്തൊരുമിച്ച് പോയാൽ മികച്ച വിജയം 2 തെരഞ്ഞെടുപ്പുകളിലും സ്വന്തമാക്കാൻ കഴിയുമെന്നും പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനായി താഴേക്കിടയിലെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും സർക്കാർ വിരുദ്ധ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്യും.